ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു റിലേഷൻഷിപ്പ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കറണ്ട് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വച്ചേക്കുന്നത് എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതൊരു കാർമിക് ആണോ സോൾമേറ്റ് ആണോ, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതാണോ ഉണ്ടാവാൻ പോകുന്നത് അതോ മോശമാണോ? അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് കണക്റ്റ് ചെയ്ത് നോക്കുക. റെസണേറ്റ് ആവുകയാണെങ്കിൽ മാത്രം ഈ റീഡിംഗ് എടുക്കുക. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആവില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. അടുത്ത റീഡിങ്ങിൽ നിങ്ങളുടെ എനർജി വരുന്നതായിരിക്കും. നിങ്ങളുമായിട്ട് ഞാൻ പറയുന്നതെല്ലാം ഒത്തു പോകുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളുടെ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കാർഡ്സ് ഒന്ന് എടുത്ത് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്. അപ്പോൾ ഒരുപാട് പേരുടെ എനർജിയായിട്ട് റെസണേറ്റ് ചെയ്യും. ഇത് നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു റിലേഷൻഷിപ്പാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 10 ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു മാരേജിലൊക്കെ കലാശിക്കാനും ഒരു കുടുംബമൊക്കെ ആവാനൊക്കെ ഉള്ള സാധ്യത കാണുന്ന ഒരു റിലേഷൻഷിപ്പാണ്. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് വളരെ സന്തോഷകരമായിട്ട് നിലനിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകേണ്ടി വരും. ഓക്കെ, ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ പേടിക്കാനൊന്നുമില്ല. ഒന്ന് അവസാനിച്ച് മറ്റൊന്നിലേക്ക് പോകണം. ഒരു പക്ഷേ നേരത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നവരായിരിക്കാം, അതിൽ നിന്ന് ബ്രേക്കപ്പ് ഒക്കെ ആയി കുറേ ലെസൺസ് ഒക്കെ പഠിച്ചു. അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് സംശയിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം വന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊരു നല്ല റിലേഷൻഷിപ്പ് തന്നെയാണ്. ഇപ്പോൾ ഡെത്ത് കാർഡ് വരികയെന്ന് വെച്ചാൽ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ പോകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. സ്ട്രോങ് കാർഡാണ്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് വന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. ഇതിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റിവിറ്റിയാണ് കാണുന്നത്, വളരെ സന്തോഷമുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വളരെ എന്താ പറയുക, എല്ലാ തരത്തിലും നിങ്ങളെ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വിട്ടുകളയേണ്ട ഒരു റിലേഷൻഷിപ്പല്ല, വളരെ പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് വളരെ സന്തോഷവും സമാധാനവും ഇതുപോലെ ഒരു കിങ് ആയിട്ട് ഇവിടെ ഇരിക്കാം. ഈ റിലേഷൻഷിപ്പിലെ കിങ് ആയിരിക്കും നിങ്ങളൊരു ലേഡി ആണെങ്കിലും നിങ്ങളിനി ഒരു മെയിലാണെങ്കിലും നിങ്ങളൊരു കിങ് എനർജിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം. മുൻപുണ്ടായിരുന്ന ധാരണകളിൽ നിന്നൊക്കെ മാറി നിങ്ങൾ എന്താ പറയുക, ഒരു കിങ്ങിൻ്റെ എനർജിയിലോട്ട് എല്ലാം ഇമോഷണലി ഫുൾഫില്ലായി, ഇമോഷണലി മെച്യൂർഡായ ഒരു ഫിഗറായിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലൂടെ മാറുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു സന്തോഷകരമായ ഇതിലോട്ട് പോകാനായിട്ട് പഴയ പാസ്റ്റ് എല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞു. പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം, ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മോണായി എന്നാണ് കാണിക്കുക. മോണായിട്ടില്ലെങ്കിൽ ഫുള്ളായിട്ട് മോണായിക്കോളൂ. കാര്യം അത് പാസ്റ്റിന് ഇനി പിടിച്ചിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു, പാസ്റ്റ് അവിടെ തീർന്നു. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ ഇതാണ്. നിങ്ങൾക്കിപ്പോൾ കിട്ടിയ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, വളരെ സന്തോഷകരമായ ഒരു റിലേഷൻഷിപ്പ്, ഒരു ഫാമിലിയൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിൽ കിങ് ആയിരിക്കും നിങ്ങൾ, ആ ഫാമിലിയുടെ കിങ് ആവും. എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും കിട്ടും. സോ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പാസ്റ്റിൽ ഉള്ള റിലേഷൻഷിപ്പോ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് പേര് മോൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. മോണായിട്ടാണ് നിങ്ങൾക്കൊരു പുതിയ റിലേഷൻഷിപ്പ് വന്നത്. ആരെങ്കിലും മോൺ ആവാനുണ്ടെങ്കിൽ ബാക്കി കൂടെ ഉള്ളത് മനസ്സിൽ നിന്ന് അങ്ങ് എടുത്ത് കളഞ്ഞേക്കുക. നിങ്ങൾക്ക് നല്ല ഒരു സന്തോഷമുള്ളൊരു കുടുംബം കിട്ടാൻ പോവുകയാണ്. ഓക്കെ, നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടാൻ പോവുകയാണ്. പഴയ കഴിഞ്ഞ റിലേഷൻഷിപ്പിൻ്റെ എന്തെങ്കിലും ഒരു അസ്വാരസ്യത നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഈ പുതിയ റിലേഷൻഷിപ്പിനെ എൻജോയ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അവരെ നിങ്ങളെക്കുറിച്ചിപ്പോൾ അവരെ നിങ്ങളെങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അവരുടെ പ്രതിശ്രുത വരൻ അല്ലെങ്കിൽ വധുവായിട്ടാണ് കാണുന്നത്. അതിൽ കുറഞ്ഞൊന്നുമില്ല. നിങ്ങളുമായിട്ടൊരു ലൈഫ്, കണ്ടോ, കല്യാണം, മാരേജൊക്കെ അവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് അവരുടെ വരൻ അല്ലെങ്കിൽ വധു എന്നവർ കണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനൊരു മാറ്റവും ഇല്ല. നിങ്ങളെ കല്യാണം കഴിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. വേറെ ഒന്നും അവരുടെ മൈൻഡിലില്ല. നിങ്ങൾ തന്നെയാണ് അവരുടെ ആൾ.
വരൻ അല്ലെങ്കിൽ വധു, പാർട്ട്ണർ, ലൈഫ് ലോങ് പാർട്ട്ണർ എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഇപ്പോൾ നിങ്ങൾ ഒരു പാസ്റ്റ് കണക്ഷൻ ഉണ്ടായിരുന്നതെല്ലാം മാറ്റിക്കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവുക, അങ്ങനെയാണ് പറയുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. കണ്ടോ? നിങ്ങൾ സന്തോഷത്തോടെ എല്ലാം കളഞ്ഞിട്ട് ബാക്കി യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ വാളുകളും കൊണ്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടൊരു മെസ്സേജാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന കറണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് കുടുംബമാവാനും കല്യാണവും കുടുംബമായിട്ട് ജീവിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അതിനൊരു വിള്ളൽ വരാതിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മോണായിട്ടില്ലാത്തവർ മോണാവുക, മോണായിട്ടുള്ളവർ വളരെ നല്ല കാര്യം. പാസ്റ്റ് റിലേഷൻഷിപ്പ് നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ കൊണ്ടുപോകാൻ വന്നതാണ്. അതവിടെ കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. മൂവ് ഓൺ ചെയ്യുക. മൂവ് ഓൺ ചെയ്യാത്തവർ മൂവ് ഓൺ ചെയ്യുക. മൂവ് ഓൺ ചെയ്തവർ വളരെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തോളൂ. അടുത്ത ഒരു മാരേജ് അങ്ങോട്ടൊക്കെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അവരുടെ വരൻ അല്ലെങ്കിൽ വധുവായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി എല്ലാം പഴയതെല്ലാം കളഞ്ഞ് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ പവർ നിങ്ങളുടെ കയ്യിലെടുത്ത്, കണ്ടോ, രാജാവായിട്ട് അല്ലെങ്കിൽ റാണിയായിട്ട് ഇനി അങ്ങോട്ട് ജീവിക്കാം. ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് റെസനേറ്റ് ആയിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഈ ഒരു റീഡിങ്ങിന് ബന്ധപ്പെട്ട് കൂടുതൽ റീഡിങ്സ് വേണം എന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, റെസനേറ്റ് ചെയ്തവരെല്ലാവരും യൂണിവേഴ്സിന് നന്ദി പറയുക. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു നല്ല കണക്ഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സോ മുമ്പോട്ട് പോവുക. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.